ആശാനെ, അട്ടങ്ങളാടി നടക്കുന്നിതു ചില കൂട്ടം ജനം ദ്രവ്യം മോഹിക്കാരൻ. അച്ഛനെ കാത്തിരിക്കുന്നു. കൊടുപ്പാനായതിനുള്ള പദാർത്ഥവശേഷം ഇരിക്കോ? ഇരിക്കാം. ഇത് വട്ടപ്പിന്നി ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരു തറയാണ്, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തറ. ഇവിടെ വിഷുവിനാണ് ഉത്സവം ഈ ക്ഷേത്രത്തിലെ. വിഷു കഴിഞ്ഞ് പിറ്റേന്ന് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളുടെ എന്തൊക്കെയാ കളി ആശാനെ ഇവിടെ? ഐവറുകളി, കാളകളി, അതുപോലെ പരിശമുട്ട് കളി, ഇതുപോലത്തെ ഈ ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത എന്നാൽ അനുഷ്ഠാന ഏറ്റവും യഥാർത്ഥ കല എന്ന് അതിനെയാണ് പറയുക. അതൊക്കെ അരങ്ങേറുന്ന തറയാണിത്. ഈ തറയ്ക്ക് എൻ്റെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം ഞാൻ ആദ്യമായി ഒരു ഓട്ടംതുള്ളൽ അരങ്ങേറിയത് ഈ തറയിലാണ്. എന്നെ ഓട്ടംതുള്ളലിൽ അഭ്യസിപ്പിച്ച ആശാനാണിത്. ആശാൻ എന്ന് പറഞ്ഞാൽ വേണു ആശാൻ എന്നാണ് പറയുക ഞങ്ങളുടെ പ്രദേശത്തൊക്കെ. പക്ഷെ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കുന്നതാണ്. പക്ഷെ ആശാൻ പിഴച്ചിട്ടില്ല, അത് കാരണം ശിഷ്യനും പിഴച്ചിട്ടില്ല. ഈ തറയിൽ ഏതാ വർഷം ആശാൻ? 1976 കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം എന്നെ പഠിപ്പിച്ച് അതിനുശേഷം കിരാതം എന്ന കഥയും എടുക്കുന്നുണ്ട്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പഴയൊരു ഓർമ്മയ്ക്ക് ഈ ആൽത്തറയും ഈ കാഞ്ഞിരവും ഇവിടേക്ക് ഇരിക്കുമ്പോൾ അത് ഓർമ്മ വരും. നമുക്ക് കല്യാണ സൗഗന്ധികത്തിന്റെ ഒരു 4 വരി ഏത് തുമ്പിക്കരം മുതൽ എടുക്കാം അല്ലേ? ഭീമന്റെ യാത്രയല്ലേ, കാടും തകർത്ത് പോകുന്ന ഭീമന്റെ. തുമ്പിക്കരം കൊണ്ടു മുമ്പിൽ പല വമ്പിച്ചവന്മര കൊമ്പു പിടിച്ചൊടിച്ചമ്പോടടുക്കുന്ന വമ്പൻ കൊലയാന. തുമ്പിക്കരം കൊണ്ടു മുമ്പിൽ പല വമ്പിച്ചവന്മരക്കൊമ്പു പിടിച്ചൊടിച്ചമ്പോടടുക്കുന്ന കൊമ്പൻ കൊലയാന. കൊമ്പന്റെ കൂർത്തുള്ള കൊമ്പു രണ്ടും പിടിച്ചമ്പതു ചുറ്റുകളിമ്പം കലർന്നാശു മുമ്പിൽ കളിപ്പിച്ച വമ്പൻ മൃഗോദരൻ. കൊമ്പന്റെ കൂർത്തുള്ള കൊമ്പു രണ്ടും പിടിച്ചമ്പതു ചുറ്റുകളിമ്പം കലർന്നാശു മുന്നിൽ കളിപ്പിച്ച വമ്പൻ മൃഗോദരൻ. കാടും തകർത്തുകൊണ്ടോടും മൃഗങ്ങളെ ചാടിക്കടിച്ചിഴച്ചോടിയടുക്കുന്ന. കാടും തകർത്തുകൊണ്ടോടും മൃഗങ്ങളെ ചാടിക്കടിച്ചിഴച്ചോടിയടുക്കുന്ന. കണ്ടീരവങ്ങളെ കണ്ടേ ഗതാ കൊണ്ട് കുണ്ടേതരം കോർത്തു മണ്ടിച്ചു മങ്ങിനെ. കേൾപ്പൊടു നല്ല കദളി വനം തന്നിൽ ഉൾപ്പുക്കു വേഗം നടന്നു തുടങ്ങിനാൻ. കേൾപ്പൊടു നല്ല കദളി വനം തന്നിൽ ഉൾപ്പുക്കു വേഗം നടന്നു തുടങ്ങി ഞാൻ. ഉദ്ധതനാകുന്ന ഭീമസേനൻ തന്റെ പദ്ധതി തന്നിൽ മുടക്കി കിടക്കുന്ന വൃദ്ധനായൊരു വലിമുഖനെ കണ്ട് ക്രുദ്ധനായി പറഞ്ഞിടിനാൻ അന്യസ. നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശടാ. നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാശടാ. ദുർഘടസ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. ഈ ഒരു കലാരൂപം പഠിച്ചതുകൊണ്ടാണ് എനിക്കിപ്പോഴും സ്റ്റേജിൽ കയറി ഇതുപോലെ ഒരു ഷാൾ ഇട്ടുകൊണ്ട് ലോകവ്യാഖ്യാനം നടത്തുമ്പോൾ കുറുക്കി കൊള്ളുന്ന നർമ്മം അല്ലേ ആശാനെ പറയാൻ പറ്റുന്നത് ഇത് പഠിച്ചുകൊണ്ടാണ്. അച്ഛൻ വേലൂര് കിഴക്കേ വാര്യത്ത് ഉണ്ണികൃഷ്ണ വാര്യർ. ഇത് അമ്മ കുട്ടനെല്ലൂർ വാര്യത്തെ വിലാസിനി വരശ്ശേരി അമ്മ. എൻ്റെ സഹോദരിയാണിത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ ഹൈദരാബാദിലാണ്. പുള്ളിയുടെ ഒരു ഉയർന്ന സയൻറ്റിസ്റ്റാണ് ഡിഫൻസ് ലാബറട്ടറിയിൽ. രണ്ടാമത്താണ് ഞാൻ. ഇത് മൂന്നാമത്തെ എൻ്റെ സഹോദരി. ഈ വീട്ടിലായിരുന്നു ബാല്യം, കൗമാരം. ഞാനൊരു കഴിഞ്ഞൊരു 98 ഞാൻ ഇവിടെ നിന്ന് താമസം മാറ്റി. ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം അമ്മ എൻ്റെ കൂടെ ടൗണിലെ പെരിങ്ങാവിലുള്ള വീട്ടിലാണ് താമസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറമ്പിലൊക്കെ ആയിരിക്കും എൻ്റെ മിക്കവാറും വാസം. കാലത്ത് എണീറ്റ് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകിട്ടൊക്കെയാണ് തിരിച്ചു വരിക. ഭക്ഷണം കഴിക്കാൻ വന്നില്ല എന്ന പോലെയൊക്കെയാണ്. അമ്മയുടെ ശബ്ദമാണ് ഈ പ്രദേശത്തെ ഏറ്റവും ഉച്ചത്തിൽ ഒരു കാലത്ത് കേട്ടിരുന്നത്. ജയാ എന്നൊരു വിളിയാണ്. അതിൽ നിന്നാണ് ഞാൻ സംഗീതത്തിൻ്റെ ഹൈ പിച്ചിൽ പാടാൻ പഠിച്ചത്.
സൗഗന്ധികം എന്നാണ് പേരിട്ടത്. സൗഗന്ധികത്തിൽ ഞാൻ എൻ്റെ ഭാര്യ ഉഷ, മോൾ ഇന്ദുലേഖ, എനിക്കൊരു മകളേ ഉള്ളൂ, ഞങ്ങൾ 3 പേരും സൗഗന്ധികത്തിൽ സസന്തോഷം കഴിയണം. ഇപ്പോൾ ഒരു പാട്ട് പാടാം അല്ലേ നമുക്ക്? ആരെയോ കണ്ടു മുരളീരവം കേട്ടു, നീലപ്പേലിൽ മഞ്ഞിൻ പൂവായി വാനിൽ കണ്ണു ചിമ്മി, രാഗപൗർണമിയിൽ സ്നേഹസാന്ത്വനമായി, രാഗപൗർണമിയിൽ സ്നേഹസാന്ത്വനമായി എന്നില്ലേതോ വർണ്ണമായി, ഈ രാവിൽ ആരെയോ കണ്ടു മുരളീരവം കേട്ടു. സാധാരണ പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവരെ ആദ്യമൊക്കെ കൊണ്ടുപോയിരുന്നു, ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാറില്ല. കാരണം ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ പരിപാടി. എൻ്റെ പ്രോഗ്രാം കാണുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവൾ കുറച്ചുകൂടെ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഓഡിറ്റോറിയത്തിൽ ഞങ്ങളവിടെ ചെന്ന് ഇരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ പുറകിട്ട് പോയി. ആ സമയത്ത് ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ മറ്റേ സ്പീഡിലുള്ള സിനിമാറ്റിക് ഡാൻസ് നടക്കായിരുന്നു. അപ്പോൾ ഈ സിനിമാറ്റിക് ഡാൻസിൽ 2-3 ഐറ്റം ഇവൾ വളരെ എൻജോയ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പരിപാടി അനൗൺസ് ചെയ്തു. കാരണം എനിക്ക് വേഗം പോകേണ്ടതുകൊണ്ട് അവർ ഗ്യാപ്പ് ഫില്ലറായിട്ടിട്ടതാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞ് നിർത്തി വെച്ച് എൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ ഇവൾ പറഞ്ഞ ഡയലോഗ് പറയാണ്, ആ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും നല്ല പരിപാടിയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഈ ബോറ് എന്നാണ് ഇവൾ പറഞ്ഞത്. അപ്പോൾ കുട്ടികൾ നമ്മളെ മോളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും അതെ, നമ്മുടെ പരിപാടി വന്നു കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റായിട്ട് ഇങ്ങനെ ടി വിയിലൊക്കെ വേറെ പരിപാടികൾ ഇവളിങ്ങനെ കണ്ടിരിക്കുക. എൻ്റെ പരിപാടി വന്നു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയാണ്. അതിപ്പോൾ 2 കൂട്ടർക്ക് എങ്ങനെയോ അല്ലേ? അല്ല, എനിക്ക് ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാം ഒന്നും കണ്ടാലും ചിരിക്കാറൊന്നുമില്ല. ചില പ്രത്യേക ഐറ്റംസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ശരി വരാറുള്ളൂ. ഞാൻ ഈ സ്ക്രിപ്റ്റൊക്കെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യും, അത് കുറേ പ്രാവശ്യം ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കേട്ട് പഴകിയിട്ടുള്ള കാര്യം പോലെ തോന്നാറുണ്ട്. സ്റ്റേജിൽ വെച്ച് ഇംപ്രവൈസ് ചെയ്ത് പറയലാണ് നമ്മുടെ കലാരൂപം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മറ്റേ ഉപ്പ് വേണം, കടുക് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറെ വല്ലതും എന്ന് പറയുക. എന്തായാലും വേറൊരു കാര്യം, ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയ്ക്ക് ഇത് ഭർത്താവ് മാത്രമാണ്, മകളെ സംബന്ധിച്ച് അച്ഛൻ മാത്രമാണ്. പുറമേയുള്ള ആളുകൾക്കാണ് ആർട്ടിസ്റ്റ് ആവുന്നത്, അതിൻ്റെ ഒരു ഇമേജ് ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്ന് തോന്നുന്നു അങ്ങനെ, അല്ലേ?